ഹലോ ഫ്രണ്ട്സ്, പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനന്ന് മീഷോ എന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ സ്കൂട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫോൺ അതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. സ്കൂട്ടിയിൽ ഇതാ ഈ ഒരു ഹോൾ വരുന്ന ഭാഗം ഹാൻഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഫോണിന്റെ സൈസിനനുസരിച്ചിട്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ്. സാധാരണ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. മിക്കവാറും എൻ്റെ വീഡിയോസിലൊക്കെ കാണാറില്ലേ. അപ്പോൾ അത് ഞാൻ ഇതിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാട്ടോ. നമ്മുടെ ഫോണ് നല്ല സേഫ് ആയിട്ട് ഇരുന്നോളും. കാരണം ഇതുപോലെ റബ്ബർ ബുഷ് ഒന്നുമല്ല, അങ്ങനെ ഇരുമ്പിന്റെ ബുഷ് ആയതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് വാങ്ങിക്കണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധ്യായം 269. അങ്ങനെ ലാവണ്യ ഏതായാലും സിദ്ധാർത്ഥിന്റെ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് തറവാട്ട് വീട്ടിലേക്ക് പോവാണ്. ഒരിക്കൽ അദ്ദേഹം വിശ്വ ഗ്രൂപ്പിന്റെ സാരഥിയായിരുന്നു. ഇപ്പോൾ കുടുംബ ബിസിനസ്സിൽ നിന്നു പടിയിറങ്ങിയിട്ട് കുറച്ചു കാലമായി. പ്രകൃതിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പ്രായമായെങ്കിലും അദ്ദേഹത്തിന് ആവോളം ഊർജവും ഉന്മേഷവും നിറഞ്ഞിരുന്നു. ഇപ്പോൾ വലിയ ജോലിയില്ലാത്തതിനാൽ ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം ചെടികൾക്ക് വെള്ളമൊഴിക്കാനും പക്ഷികൾക്ക് ഭക്ഷണം നൽകാനും പ്രകൃതിയുടെ മനോഹാരിതയിൽ മുഴുകാനും പോകും. അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോൾ കൂടുതൽ മനോഹരമാണ്. ബിസിനസ്സിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും വിശ്വ ഗ്രൂപ്പിലെ വലിയ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ കുറച്ചു ദിവസമായി അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു. ഇന്നലെയാണ് മടങ്ങി വന്നത്. എല്ലാവരെയും പോലെ സിദ്ധാർത്ഥ് ലാവണ്യെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. അതുതന്നെയാണ് യാത്ര അവസാനിപ്പിച്ച് തിരികെ വരാനുണ്ടായ കാരണവും. പ്രതാപ് വിശ്വ എന്ന സിദ്ധുവിന്റെ മുത്തശ്ശൻ എപ്പോഴും സിദ്ധാർത്ഥിന് സന്തുഷ്ടനാണ്. വിശ്വ ഗ്രൂപ്പ് നാളുകളായി ഉയരങ്ങളിലേക്ക് എത്താൻ അവൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ടെന്നും അദ്ദേഹത്തിനറിയാം. അവൻ വിശ്വ ഗ്രൂപ്പിൽ CEO ആയി കയറുന്നതിന് ശേഷം കമ്പനിക്ക് പിന്നെ പുറകിലേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല മതിപ്പാണ്. അദ്ദേഹം അങ്ങനെ ഓരോ ചിന്തകളിൽ മുഴുകി ആസ്വദിച്ച് ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു സെർവന്റ് അങ്ങോട്ടേക്ക് വന്നത്. സർ, ഒരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് കേട്ട് പ്രതാപ് അവരെ ഒന്ന് നോക്കി. ഞാൻ ഇപ്പോൾ തന്നെ വരാം, അകത്തേക്ക് കയറി വരാൻ പറയൂന്ന് അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോട് കൂടെ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ചെടികൾക്ക് കൂടി വെള്ളം നനച്ചതിനു ശേഷം അദ്ദേഹം അകത്തേക്ക് ചെന്നു. ലിവിംഗ് റൂമിലെ സോഫയിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. സിദ്ധു കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണോ? അവൾക്കെതിരെ വശത്തുള്ള സോഫയിൽ ഇരുന്നു കൊടുത്തിനെ അദ്ദേഹം ചോദിച്ചു. മനോഹരമായ ഒരു പുഞ്ചിരി അദ്ദേഹത്തിന്റെ ചുണ്ടിലുണ്ടായിരുന്നു. ലാവണ്യ പെട്ടെന്ന് ബഹുമാനത്തോടെ എഴുന്നേറ്റു. അതേ മുത്തശ്ശ, ഞാൻ ലാവണ്യാണ്. സിദ്ധു എന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, അവൾ ബഹുമാനത്തോടെ പറഞ്ഞു. ഇരിക്കുമോളെ, മോളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞാൻ ഇങ്ങനെ ഒരു വരവ് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞു. മുത്തശ്ശൻ എന്നെ ഓർമ്മയില്ലേ? ഞാൻ സിദ്ധുവിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അന്ന് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് എന്ന് അവൾ മധുരമായി പറഞ്ഞു. ഹാ, എനിക്ക് ഓർമ്മയുണ്ട് മോളെ, നീ പണ്ടൊരു വഴക്കാളിയായിരുന്നില്ലേ? ഹേമന്ത് എപ്പോഴും നിന്നെ ചൂട് പിടിപ്പിക്കും. അന്നൊക്കെ സിദ്ധു അല്ലേ അവന്റെ കയ്യിൽ നിന്നും നിന്നെ രക്ഷിക്കുക എന്ന് അദ്ദേഹം ഓർമ്മകളിൽ മുഴുകിയതുപോലെ പറഞ്ഞു. കാലം എത്ര പെട്ടെന്നാണല്ലേ കടന്നുപോയത്. ഇന്ന് നിങ്ങളൊക്കെ വലുതായി. സിദ്ധുദേ ഇപ്പൊ മോളെ വിവാഹം കഴിക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അദ്ദേഹം സൗമ്യമായി പറഞ്ഞു. ശരിയാ മുത്തശ്ശ, സിദ്ധുവിനെ ആദ്യം എനിക്കിഷ്ടമായിരുന്നു. അവൻ എല്ലാ കാര്യത്തിലും എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സപ്പോർട്ടായിരുന്നു അവൻ എനിക്ക്. അവനെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമല്ലേ? ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്, ലാവണ്യ പറഞ്ഞു. അവളുടെ മുഖം ചുമന്നിരുന്നു. യഥാർത്ഥത്തിൽ താൻ ആവേശത്തിലാണെന്ന് അവൾ അഭിനയിക്കുകയായിരുന്നു. സിദ്ധാർത്ഥിന് നീലിമയോടുള്ള ഇഷ്ടം അവൾക്കറിയാമല്ലോ. ഒരിക്കലും അവളുടെ കാര്യത്തിൽ സിദ്ധാർത്ഥ് മനസ്സു മാറില്ലെന്ന് ലാവണ്യക്കറിയാം. അപ്പോൾ തന്റെ ലക്ഷ്യം നേടാനുള്ള പുതിയ വഴികൾ കണ്ടെത്തിയേ മതിയാവൂ. അതിനുവേണ്ടി തന്നെയാണ് പ്രതാപിനെ കാണാൻ അവൾ വന്നത്. അയാളുടെ പ്രീതി കൂടി പിടിച്ചു പറ്റണം. ഒരു പക്ഷേ അത് സിദ്ധാർത്ഥിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയാവും. മുത്തശ്ശൻ പറഞ്ഞാൽ അത് സിദ്ധാർത്ഥ് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ അവൾ വിശ്വസിച്ചു. ലാവണ്യ പ്രതാപും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ മറ്റെന്തോ ഉദ്ദേശത്തിൽ വന്നതാണെന്ന് അയാൾക്ക് മനസ്സിലായി. ബിസിനസ് മേഖലയിൽ ഒരുപാട് വർഷത്തെ പരിചയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എതിർവശത്തുള്ള ഒരാളുടെ മനസ്സ് വായിക്കാൻ അദ്ദേഹത്തിന് എളുപ്പം കഴിയും. പക്ഷെ അദ്ദേഹത്തിന് ലാവണ്യെക്കുറിച്ച് മോശമായിട്ടൊന്നും തന്നെ തോന്നിയില്ല. ഒരുപാട് നന്മയുള്ള പാവം പിടിച്ച കുട്ടികളെയല്ല തന്റെ കുടുംബത്തിന് ഇപ്പോൾ ആവശ്യം. ബിസിനസ് കാര്യക്ഷമമായിട്ട് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ കുറച്ച് കുരുട്ടുബുദ്ധിയും ഓർമ്മതയുമുള്ള കുട്ടികളെയാണ്. അദ്ദേഹത്തിന്റെ ചിന്താഗതി ആ തരത്തിലായിരുന്നു. അതുകൊണ്ട് ലാവണ്യയിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. എന്റെ അപ്പനും അമ്മക്കും വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യമായി കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയി. അവരെന്നെ തനിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടതിൽ ഒന്നും തോന്നരുത്. മുത്തശ്ശനോട് അവർ പ്രത്യേകം അന്വേഷണം പറഞ്ഞിട്ടുണ്ട്.
കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ലാവണ്യ പുഞ്ചിരിയോടെ പറഞ്ഞു, മോളുടെ അന്വേഷണം അവരോട് പറയണം. അദ്ദേഹം അങ്ങനെ മറുപടി നൽകി. പിന്നെ സിദ്ധുവിന്റെയും മോളുടെയും കല്യാണത്തിന് അവരൊക്കെ വിശദമായി പരിചയപ്പെടാമല്ലോ. ഈ ബിസിനസ്സിനുള്ള തിരക്കൊക്കെ സ്വാഭാവികമല്ലേ, എനിക്കത് മനസ്സിലാക്കാൻ കഴിയും, അദ്ദേഹം ആവർത്തിച്ചു. ലാവണ്യയുടെ കണ്ണുകൾ വിടർന്നു. ആ മുഖത്ത് സന്തോഷം നിറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുത്തശ്ശൻ ഇരുവരുടെയും വിവാഹത്തിന് മനസ്സുകൊണ്ട് അംഗീകരിച്ചിരുന്നു. അതാണല്ലോ ആ പറഞ്ഞതിന്റെ അർത്ഥം. അവൾ ആവേശഭരിതയായി. ഞാൻ മുത്തശ്ശനൊരു ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. പിന്നെ കയ്യിൽ കരുതിയ ആ ഒരു പേപ്പർ ബാഗിൽ നിന്നും ഒരു ചെടിച്ചട്ടി എടുത്ത് കയ്യിൽ കൊടുത്തു. മുത്തശ്ശന് ചെടികൾ ഒരുപാട് ഇഷ്ടമാണല്ലോ, എനിക്കതറിയാമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ മുത്തശ്ശന് എന്തെങ്കിലും വിലയേറിയത് തരണമെന്ന് കരുതി. അവൾ അദ്ദേഹത്തെ നേരെ നീട്ടിക്കൊണ്ട് തന്നെ പറഞ്ഞു, ബോൺസായി ആണ്, ഇഷ്ടായോ? ഞാൻ ഒരുപാട് തിരഞ്ഞ് കണ്ടുപിടിച്ചതാ, അവൾ ചെറിയൊരു മടിയോടുകൂടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയും അവളുടെ കൈകളിലേക്ക് തന്നെയായിരുന്നു. അയാളുടെ മുഖത്തും ഒരു തിളക്കമുണ്ടായി. ഇത് കൊള്ളാം. പ്രതാപ് കൈനീട്ടി ആ ചെടി വാങ്ങി. ഒപ്പം അയാൾ അത് തിരിച്ചും മറിച്ചും നോക്കി. ഇതിനൊരു 30-40 വർഷത്തെ പഴക്കം കാണുമല്ലോ, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അതിനുശേഷം എത്ര വില വരുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി. അയാൾക്ക് ലാവണ്യെ നല്ല മതിപ്പ് തോന്നി. ഇവളെ കുടുംബത്തിന് ചേർന്ന മരുമകൾ തന്നെ. സിദ്ധുവിന് ഇതുപോലൊരു പെൺകുട്ടിയെ തന്നെയാണ് വേണ്ടത്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനും അവൾക്ക് എളുപ്പത്തിൽ സാധിക്കും. മുത്തശ്ശ ഉണ്ട്, ഇങ്ങനൊരു ചെടി കിട്ടാൻ ഞാൻ കുറച്ചൊന്ന് പാടുപെട്ടു. മുത്തശ്ശന് തരാനുള്ള ഗിഫ്റ്റല്ലേ, അതുകൊണ്ട് അത് വിശേഷപ്പെട്ടത് തന്നെ ആവണമെന്ന് ഞാൻ കരുതി. ലാവണ്യ സന്തോഷത്തോടുകൂടെ പറഞ്ഞു. ഗാംഭീര്യം നിറഞ്ഞ അദ്ദേഹത്തിന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയുണ്ട്. അത് ലാവണ്യയുടെ ഉള്ളിൽ പ്രതീക്ഷ നിറച്ചു. കഷ്ടപ്പെട്ട് ഇത് വാങ്ങിയത് ഫലമില്ലാതെയായില്ല. ഈ പ്ലാൻ എങ്ങാനും പാളിപ്പോയിരുന്നെങ്കിൽ സകലതും തീർന്നേനെ. അത്രയും വില കൊടുത്താണ് ഈ വേസ്റ്റ് സാധനം വാങ്ങിയത്, അവൾ ചിന്തിച്ചു. പിന്നെ കുറച്ചധികം നേരം ഇരുവരും സൗഹൃദമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ലാവണ്യ പോവാനായി എഴുന്നേറ്റു. പൂമുഖം വരെ അവളെ പ്രതാപ് അനുഗമിച്ചു. വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിനു മുൻപേ ലാവണ്യ അദ്ദേഹത്തിന്റെ കാലുകളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. അവൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. സിദ്ധാർത്ഥിനെ കിട്ടാൻ അവൾ ഏത് രീതിയിലും താഴാൻ തയ്യാറാണ്. ലാവണ്യ അവിടെ നിന്നും പോയി കുറച്ചു സമയത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്നും വിശ്വനാഥനും ഗീതാമയും പ്രതാപിനെ കാണാൻ ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. പ്രതാപിന്റെ സന്തോഷം നിറഞ്ഞ മുഖം കണ്ട് അവർ ചെറുതായിട്ടൊന്ന് അമ്പരന്നു. ആ സമയത്താണ് ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന വില കൂടിയ ആ ഒരു ബോൺസായി വിശ്വനാഥൻ കാണുന്നത്. അയാൾ അത് കൗതുകത്തോടെ അതിലേക്ക് തന്നെ നോക്കി. അച്ഛന് ചെടികൾ വളരെ ഇഷ്ടമാണെന്നറിയാം, പക്ഷേ ഇങ്ങനൊന്ന് വാങ്ങിക്കാൻ അദ്ദേഹം ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇതിനായി ഇനി പുറത്തേക്ക് പോയോ? അതിന് ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തതായിരിക്കുമോ? ചിലപ്പോ സിദ്ധു എങ്ങാനും. പക്ഷേ അതിനൊന്നും ചാൻസ് കുറവാണ്. അവൻ ഒന്നാമത് നല്ല മാനസികാവസ്ഥയിലല്ല ഉള്ളത്. പോരാത്തതിന് അവനിപ്പോ ഹോസ്പിറ്റലാണല്ലോ. പിന്നെ ആരാ അച്ഛനിത് കൊടുത്തത്? അയാളുടെ ഉള്ളിൽ ഒരുപാടധികം ചോദ്യങ്ങൾ നിറഞ്ഞു. അച്ഛാ, ഈ ബോൺസായി എവിടുന്ന് കിട്ടി? തങ്ങൾ മുൻപ് വന്നപ്പോഴൊന്നും ഇതിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അയാൾ കൗതുകപൂർവ്വം ചോദിച്ചു. ഇതുവരെ സന്തോഷത്തിലായിരുന്ന പ്രതാപിന്റെ മുഖം അപ്പോൾ ഇരുണ്ടു. ഓ, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലേ. ഏതായാലും തൽക്കാലം ടെൻഷനൊന്നും വേണ്ട. ഇത് നിന്റെ അനിയൻ കൊണ്ടുവന്നതൊന്നുമല്ല, അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു. വിശ്വനാഥൻ അയാളുടെ അനിയനും തമ്മിൽ എപ്പോഴും മത്സരമാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും ഇരുവരും എപ്പോഴും വഴക്കു കൂടിക്കൊണ്ടിരിക്കാറുണ്ട്. ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം സാധാരണയായിരുന്നു. തമ്മിൽ കണ്ടാൽ പാമ്പും കീരിയും എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു അവർ. ഈ വഴക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് പ്രതാപിനെ തന്നെയായിരുന്നു. സഹോദരങ്ങളുടെ ഈ വഴക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ യാത്രകൾ കൂടാൻ കാരണം. വിശ്വനാഥൻ പറയുന്നത്, അച്ഛാ, ഞാനിത് അവനാണെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈ മരം കണ്ടാലറിയാം, നല്ല വിലയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ വീട്ടിൽ ഇങ്ങനെയൊന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കില്ലേ? അച്ഛനാണെങ്കിൽ ഒന്നിനു വേണ്ടിയിട്ടും പുറത്തേക്ക് പോയിട്ടുമില്ല, അയാൾ പറഞ്ഞു. വിശ്വനാഥൻ ശരിക്കും അച്ഛന്റെ സുരക്ഷയെ ഓർത്തുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. മകന്റെ ആത്മാർത്ഥത കണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളൊന്ന് തണുത്തു. അയാൾ ശാന്തനായി. ഇതെനിക്ക് സിദ്ധുവിന്റെ കുട്ടി കൊണ്ടുവന്നു തന്നതാ. ലാവണ്യ എന്നല്ലേ അവളുടെ പേര്? പ്രതാപ് സമാധാനത്തോടെ പറഞ്ഞു. അച്ഛന്റെയും മകന്റെയും സംസാരം കേട്ടിരുന്ന ഗീതാമ അമ്പരന്നു. വിശ്വനാഥിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. എന്തിനാണ് ലാവണ്യ ഇപ്പോ ഇങ്ങനൊരു നീക്കം നടത്തിയത്? അദ്ദേഹത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും ഒന്നു തന്നെ എന്ന് വിശ്വനാഥൻ പിന്നീട് മനസ്സിലായി. പക്ഷേ തീർച്ചയായിട്ടും ഈ കാര്യം അപ്രതീക്ഷിതമായിരുന്നു. അയാൾക്ക് ലാവണ്യെ ഓർത്ത് നല്ല സന്തോഷം തോന്നി. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അവൾ. അവളിൽ നിന്നും എന്തും എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അത് നല്ലൊരു കാര്യമാണല്ലോ അച്ഛാ. അല്ലെങ്കിലും ലാവണ്യക്ക് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനറിയാം. അവളുടെ ഫാമിലിയും അങ്ങനെ തന്നെയാണ്. സിദ്ധുവിന് അവളെ പോലൊരു കുട്ടിയെ കിട്ടിയത് ഭാഗ്യമാണ്. വിശ്വനാഥൻ ലാവണ്യെ പുകഴ്ത്തി പറഞ്ഞു. അവളുടെ കൂടെ ചേരാൻ ഗീതയും ആഗ്രഹിച്ചു. അതെ അച്ഛാ, വിശ്വേട്ടൻ പറഞ്ഞത് ശരിയാ, നല്ല മോളാ അവള്.
ആൾക്കാരോടൊക്കെ അവൾ എത്ര നന്നായിട്ടാണ് പെരുമാറുന്നത് എന്നറിയാമോ? എന്നോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. എനിക്കും ആ കുട്ടിയെ നല്ല ഇഷ്ടമാ. സിദ്ധുവിനും നന്നായിട്ട് ചേരും, ഗീതാമ്മ പറഞ്ഞു. അവളെ ഈ വീട്ടിലെ മരുമകളായി കിട്ടുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമാണെന്ന് വിശ്വനാഥൻ ഭാര്യയുടെ പക്ഷം ചേർന്ന് പറഞ്ഞു. പ്രതാപിന്റെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയാണ്. എങ്കിലും വിശ്വനാഥൻ ആശങ്ക തോന്നി. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ലാവണ്യെ പിന്നെ എന്തുകൊണ്ടാണ് സിദ്ധു അംഗീകരിക്കാത്തത്? നീലിമയെ പോലെ ഒരു പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചത് എന്തുകൊണ്ടായിരിക്കും? അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് അവൻ അവളിൽ കണ്ടത്? സിദ്ധുവിന് ഏതൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളുടെ പേരെന്താ ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ആ പെൺകുട്ടി ഒരു മിസ്റ്ററി ആണെന്നാ എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? എന്തായാലും അതുപോലൊരു പെൺകുട്ടി നമ്മുടെ ഫാമിലിക്ക് വേണ്ട. എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല. നിങ്ങൾ രണ്ടാളും സിദ്ധുവിനോടൊന്ന് സംസാരിക്ക്. എന്നിട്ട് ലാവണ്യയും സിദ്ധുവിനെയും വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. എന്താ അതല്ലേ വേണ്ടത്? അയാൾ ഗൗരവത്തോടു കൂടെ ചോദിച്ചു. അത് കേട്ട് ഗീതാമ്മയും വിശ്വനാഥനും ഒരുപോലെ തലയാട്ടി. ഒപ്പം അവരുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞിരുന്നു. തങ്ങളുടെ തീരുമാനത്തെ അംഗീകരിക്കാൻ ശക്തനായിട്ടുള്ള ഒരാൾ കൂടി പക്ഷം ചേർന്നിരിക്കുന്നു. ഇനി ഒരിക്കലും സിദ്ധാർത്ഥ നീലിമയെ ജീവിതം സഖിയാക്കാൻ കഴിയില്ല. അവരുടെ മനസ്സ് ആഹ്ലാദിച്ചു. ഇതേ സമയത്തന്നെ സിദ്ധാർത്ഥ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയിരുന്നു. അവൻ നേരെ അച്ചുവിനരികിലേക്കാണ് പോയത്. അവൻ ഇത്രയും നേരം ഒറ്റക്കായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അച്ചുവിന്റെ കാര്യത്തിൽ അവന് നല്ല ആശങ്കയുണ്ടായിരുന്നു. മനസ്സുകൊണ്ട് അച്ചു അവന്റെ മാത്രം മകനായിരുന്നു. അതിനാൽ അവന്റെ കാര്യത്തിൽ സിദ്ധാർത്ഥ നല്ല ഉത്കണ്ഠയാണ്. അച്ചു റൂമിൽ കയറി സിദ്ധാർത്ഥ അവനെ വിളിച്ചു. അതുവരെ ഒറ്റക്ക് വിഷമത്തോടുകൂടെ തന്നെ ബെഡിലിരുന്ന അച്ചു ഞെട്ടിമുഖമുയർത്തി. സിദ്ധുവിനെ കണ്ടതോടുകൂടെ തന്നെ ആ കണ്ണുകൾ തിളങ്ങി. ഒപ്പം വേഗത്തിൽ ഓടി വന്ന് സിദ്ധാർത്ഥിന്റെ കയ്യിലേക്ക് പാഞ്ഞു കയറി. ഐ മിസ് യു ഡാഡി. സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു കൊടുത്തിന് അച്ചു പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഒരു മഞ്ഞുകട്ട വീണതുപോലെ തന്നെ അനുഭവപ്പെട്ടു. അതുവരെ ഉണ്ടായിരുന്ന ആകുലതകളും വിഷമങ്ങളും എല്ലാം ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നതുപോലെ അവന് തോന്നി. സോറി അച്ചു, ഡാഡി കുറച്ച് തിരക്കിൽ പെട്ടുപോയി. ഡാഡിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മോന്റെ അടുത്തേക്ക് ഓടി വന്നില്ലേ? അവൻ സൗമ്യമായ ഭാവത്തിൽ വിശദീകരിച്ചു. യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥന് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞിനോട് പറയാൻ പറ്റില്ലല്ലോ. അത് അവനെ വിഷമിപ്പിക്കും. നീലിമയെ പറ്റി താൻ കേട്ട കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അവസ്ഥ വളരെയധികം മോശമായിരിക്കുമെന്ന കാര്യം സിദ്ധാർത്ഥിനറിയാം. കുറച്ചു നേരം കൂടി സിദ്ധാർത്ഥ് അവനോടൊപ്പം തന്നെ സംസാരിച്ചിരുന്നു. അവന്റെ കുഞ്ഞു സംശയങ്ങൾ സിദ്ധാർത്ഥ് ക്ഷമയോടുകൂടെ ഇരുന്ന് തീർത്തു കൊടുത്തു. അപ്പോഴേക്കും അച്ചുവിനെ നോക്കിയിരുന്ന ഡോക്ടർ വന്നിരുന്നു. അച്ചുവിന് ഡെയിലി ചെക്കപ്പ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നത്. ഡോക്ടർ പറയുന്നത്, സിദ്ധാർത്ഥ്, അച്ചുവിന് നല്ല മാറ്റമുണ്ട്. ആ ഡ്രഗ്സിന്റെ അളവ് ശരീരത്തിൽ നിന്നും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു. ഡോക്ടറുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥിന് ഒരല്പം സമാധാനം തോന്നി. ഹൈ ഡോസിലാണ് കുട്ടിയുടെ ശരീരത്തിലേക്ക് ആ മെഡിസിൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ ആവാൻ ഇനി എത്ര സമയം വേണ്ടിവരുമെന്നൊന്നും അറിയില്ല. ഡോക്ടർ ആ ഒരു കാര്യം കൂടി സിദ്ധാർത്ഥിനെ ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും മരുന്നൊന്നുമില്ലേ ഡോക്ടർ? എല്ലാം പഴയതുപോലെ എപ്പോഴാണ് ആകുമെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റില്ലേ? സിദ്ധാർത്ഥ് ദേഷ്യം വന്നു. എല്ലാം പഴയതുപോലെ എപ്പോഴാണ് ആവുമെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റുന്നില്ലേ എന്നിങ്ങനെ സിദ്ധാർത്ഥ് ദേഷ്യത്തോട് ചോദിച്ചു. സിദ്ധാർത്ഥിന്റെ ചോദ്യം കേൾക്കുന്ന സമയത്തിന് ഡോക്ടറുടെ മുഖം പേടിയിൽ കുതിഞ്ഞു. സോറി സിദ്ധാർത്ഥ്, ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയാവുമെന്ന് ഡോക്ടർ പറയുന്ന സമയത്തിന് സിദ്ധാർത്ഥ് ദേഷ്യം വന്ന് പറഞ്ഞിട്ട്, എനിക്ക് നിങ്ങളുടെ സോറി ഒന്നും വേണ്ട. എന്റെ അച്ഛനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓക്കെ ആക്കി എടുക്കണം, സിദ്ധാർത്ഥ് പറഞ്ഞു. കോപം കൊണ്ട് തന്നെ അവന്റെ മുഖം നന്നായിട്ട് ചുവന്നു പോയിരുന്നു. ഇപ്പോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറാണ് സിദ്ധാർത്ഥിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ ഡോക്ടർ തന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥിനറിയാം. പക്ഷേ അച്ചുവിനോട് ഈ ക്രൂരത കാണിച്ചിട്ടുള്ളവരോടുള്ള പക അത് അവന്റെ മനസ്സിൽ നാൾക്കുനാൾ ഇരട്ടിയാക്കിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ മുന്നിൽ വെച്ച് പോലും സിദ്ധാർത്ഥിന്റെ പ്രതികരണം മോശമായത്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇനി താൻ വീണ്ടും നിന്നു കഴിഞ്ഞാൽ പിന്നെ സിദ്ധാർത്ഥിന്റെ വായിൽ നിന്ന് തന്നെ മോശമായിട്ട് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവുമെന്ന് സിദ്ധാർത്ഥിന് തന്നെ തോന്നി. അതിനാൽ അയാൾക്ക് പോവാനുള്ള അനുവാദം കൊടുത്തു. അതോടൊപ്പം തന്നെ നന്ദിയും പറഞ്ഞു. ആ സമയം ഉത്തരം കിട്ടാത്ത കുറെ അധികം ചോദ്യങ്ങളുമായിട്ട് അവന്റെ മനസ്സ് ടെൻഷനിലായിരുന്നു. ഇനിയും ഞാൻ എത്ര നാൾ എന്റെ അച്ചുവിനെ ഓർമ്മകൾ തിരിച്ചു കിട്ടാനായിട്ട് കാത്തിരിക്കണം? നീലിമയുടെ അസാന്നിധ്യത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും? സിദ്ധാർത്ഥ് തന്റെ മുടിയിഴകളിലൂടെ കൈയോടിച്ചുകൊണ്ട് തന്നെ നിസ്സംഗത നിറഞ്ഞ ഭാവത്തോടു കൂടി തന്നെ കണ്ണടച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കാതെ ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കേട്ടോ നെക്സ്റ്റ് വീഡിയോ വരുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.